ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. ചോദ്യം 1. ഗലാത്യയായ അധ്യായം 5-ൽ ആകെ വാക്യങ്ങൾ എത്ര? ഉത്തരം 26. 2. ആദ്യ തലക്കെട്ട് ക്രിസ്തീയ സ്വാതന്ത്ര്യം. ചോദ്യം 3. ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത് എവിടേക്ക്? ഉത്തരം സ്വാതന്ത്ര്യത്തിലേക്ക്. ചോദ്യം 4. എന്തിന് നിങ്ങൾ ഇനിയും വിധേയരാകരുതെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം അടിമത്തത്തിൻ്റെ നുകത്തിന്. ചോദ്യം 5. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും എന്തിന് കടപ്പെട്ടിരിക്കുന്നു? ഉത്തരം നിയമം മുഴുവൻ പാലിക്കാൻ. ചോദ്യം 6. നിയമത്താലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നതെന്ന് കരുതുന്നുവെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? ഉത്തരം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം 7. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോകുകയും ചെയ്തിരിക്കുന്നത് എപ്പോൾ? ഉത്തരം നിയമത്താലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നുവെന്ന് കരുതുന്നുവെങ്കിൽ. ചോദ്യം 8. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി എന്ത് ലഭിക്കും എന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നുവെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ഉത്തരം നീതി. ചോദ്യം 9. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ എന്തുവഴി നീതി ലഭിക്കുമെന്ന് പ്രത്യാശയോടെ കാത്തിരിക്കുന്നുവെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ഉത്തരം വിശ്വാസം വഴി. ചോദ്യം 10. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കാര്യമല്ലാത്തത് എന്തെല്ലാം? ഉത്തരം പരിച്ഛേദനമോ അപരിച്ഛേദനമോ. ചോദ്യം 11. എങ്ങനെയുള്ള വിശ്വാസമാണ് സുപ്രധാനം? ഉത്തരം സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ. ചോദ്യം 12. നിങ്ങൾ നന്നായി എന്ത് ചെയ്യുന്നുവെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? ഉത്തരം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം 13. ഈ പ്രേരണയുണ്ടായത് ഏതായാലും ആരിൽ നിന്നല്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല. ചോദ്യം 14. മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം അല്പം പുളിപ്പ്. ചോദ്യം 15. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട് എന്ന് പൗലോസ് പറയുന്നത് എന്തിനെപ്പറ്റി? ഉത്തരം എൻ്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ല എന്ന്. ചോദ്യം 16. നിങ്ങളിൽ എന്തുണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും. ഉത്തരം അസ്വസ്ഥത. ചോദ്യം 17. അങ്ങനെ ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിൻ്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല. എങ്ങനെ? ഉത്തരം പരിച്ഛേദനത്തിന് അനുകൂലമായി. ചോദ്യം 18. അങ്ങനെ ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിൻ്റെ പേരിലുള്ള എന്തുണ്ടാകുമായിരുന്നില്ല. ഉത്തരം ഇടർച്ച. ചോദ്യം 19. നിങ്ങളെ അസ്വസ്ഥരാക്കുന്നവർ പൂർണ്ണമായും എന്ത് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം അംഗവിച്ഛേദനം. ചോദ്യം 20. സഹോദരരെ, എന്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം സ്വാതന്ത്ര്യത്തിലേക്ക്. ചോദ്യം 21. ഭൗതിക സുഖത്തിനുള്ള എന്തായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം? ഉത്തരം സ്വാതന്ത്ര്യമായി. ചോദ്യം 22. സ്നേഹത്തോടുകൂടെ ആരെപ്പോലെ പരസ്പരം സേവിക്കുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം ദാസരെ പോലെ. ചോദ്യം 23. നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് എന്തിൽ? ഉത്തരം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ. ചോദ്യം 24. നിങ്ങൾ എന്തെല്ലാം ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത്. ചോദ്യം 25. ഗലാത്യയായ 5-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട്. ഉത്തരം ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. ചോദ്യം 26. എന്തിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ആത്മാവിൻ്റെ. ചോദ്യം 27. ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്ന് പൗലോസ് പറഞ്ഞത് എന്തിനെക്കുറിച്ച്? ഉത്തരം ജഡമോഹങ്ങൾ. ചോദ്യം 28. ജഡമോഹങ്ങൾ എന്തിനെതിരാണ്? ഉത്തരം ആത്മാവിന്. ചോദ്യം 29. ജഡത്തിന് എതിരാണെന്ന് പറയുന്നത് എന്തെല്ലാം? ഉത്തരം ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ. ചോദ്യം 30. ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നത് എപ്പോൾ? ഉത്തരം ജഡമോഹങ്ങളും ആത്മാവിൻ്റെ അഭിലാഷങ്ങളും പരസ്പരം എതിർക്കുന്നത് നിമിത്തം. ചോദ്യം 31. നിങ്ങൾ നിയമത്തിന് കീഴല്ല എപ്പോൾ? ഉത്തരം ആത്മാവ് നിങ്ങളെ നയിക്കുന്നുവെങ്കിൽ.
ചോദ്യം 31. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം. ഉത്തരം ഗലാത്തി 5:19-21. ചോദ്യം 32. ആത്മാവിൻ്റെ ഫലങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം. ഗലാത്തി 5:22-23. ചോദ്യം 33. എന്തിനെതിരായാണ് ഒരു നിയമവും ഇല്ലാത്തത്? ഉത്തരം ആത്മാവിൻ്റെ ഫലങ്ങൾക്ക്. ചോദ്യം 34. യേശു ക്രിസ്തുവിലുള്ളവർ എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം ഞങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ചോദ്യം 35. നാം പരസ്പരം എങ്ങനെയാകാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ ഗലാത്തി 5:26 പറയുന്നത്? ഉത്തരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.